നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അയിരുകളും ധാതുക്കളും, ഓട്സ് ആൻഡ് മിനറൽസ്. അയിരുകളും ധാതുക്കളും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനകത്ത് ധാതുക്കൾ എന്താണ്, അയിരുകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ധാതുക്കൾ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതോ ആയ മൂലകങ്ങളോ അല്ലെങ്കിൽ അവയുടെ സംയുക്തങ്ങളെയാണ് നമ്മൾ ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങളോ അല്ലെങ്കിൽ അവയുടെ സംയുക്തങ്ങളെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അയിരുകൾ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലും അതുപോലെ തന്നെ വേഗത്തിലും ലാഭകരമായിട്ടും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുവാണ് അയിരുകള്. അപ്പൊ എങ്ങനെയാണ്? എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ടും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയിരുകള് അല്ലെങ്കിൽ ഓട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു പോയിന്റ് ആണ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്താണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷെ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളാവണമെന്നുണ്ടോ? ഇല്ല, എല്ലാ ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. അയിരുകളല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷേ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പോയിന്റ് ആണ് നമ്മൾ നോക്കുന്ന. അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ്, രണ്ടാമത്തെ ഫ്ലക്സ്. ഗ്യാങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപദ്രവം എന്ന് പറയുന്നത് ഭൂവൽക്കത്തിൽ ലഭിക്കുന്ന അയിരുകളിൽ അടങ്ങിയിട്ടുള്ള എളുപ്പം വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത മാലിന്യങ്ങളെയാണ് നമ്മൾ അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിര്, അതിൽ നിന്നും നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ. അപ്പൊ എന്താണ് ഈ അപദ്രവ്യം എന്ന് പറയുന്ന? ഒരു മാലിന്യമാണല്ലേ, അത് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത മാലിന്യങ്ങളെയാണ് നമ്മൾ അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫ്ലക്സ്. ഈ അപദ്രവ്യത്തെ നമ്മൾ ഉരുക്കി വേർതിരിക്കാൻ കഴിയുന്ന സ്ലാങ്ങുകളാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപദ്രവ്യത്തെ ഉരുക്കി വേർതിരിക്കാൻ കഴിയുന്ന സ്ലാങ്ങുകളാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഫ്ലക്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ എഴുതിയേക്കുന്നത് കുറച്ച് ലോഹങ്ങളും അതിൻ്റെ അയിരുകളുമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷനായിട്ടൊന്നും എക്സാമിന് ചോദിക്കില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് ധാതുക്കൾ അല്ലെങ്കിൽ അയിരുകൾ എന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇതാണ് നമ്മൾ എക്സാമിന് ചോദിക്കുന്നത്. എന്താണ്? ലോഹങ്ങളും അതിൻ്റെ അയിരുകളും. ഇത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അലൂമിനിയം എന്ന് പറഞ്ഞ ലോഹം, അതിൻ്റെ അയിരുകളാണ് ബോക്സൈറ്റും ക്രിയോലൈറ്റും. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? അലൂമിനിയം എന്ന ലോഹത്തിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ക്രിയോലൈറ്റ് എന്നിവ ഇതിന്റെ അയിരുകളാണ്, അലൂമിനിയത്തിന്റെ അയിരുകളാണ്. ഇവിടെ തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കും. ബോക്സൈറ്റ് എന്ന് പറയുന്ന ഏത് ലോഹധാതുവിന്റെ അയിരാണ്? അപ്പൊ നമ്മൾ ഏത് ലോഹമാണെന്ന് എഴുതണം അവിടെ. ഓക്കെ, അപ്പൊ ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോഹധാതുവിന്റെ അയിരാണ്? അപ്പൊ ഏതെന്ന് പറയാം നമുക്ക്? അലൂമിനിയം. ലോഹം ഏതാണ്? അലൂമിനിയം. അപ്പൊ അലൂമിനിയത്തിന്റെ അയിരുകളാണ് ബോക്സൈറ്റും ക്രിയോലൈറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. യുറേനിയം. നെക്സ്റ്റ് നമ്മൾ എഴുതിയേക്കുന്ന ലോഹം ഏതാണ്? യുറേനിയം ആണ്. യുറേനിയത്തിന്റെ അയിരുകളാണ് പിച്ച് ബ്ലെൻഡ്, കാർണോറ്റൈറ്റ്. പിച്ച് ബ്ലെൻഡും കാർണോറ്റൈറ്റും ഏതിൻ്റെയാണ്? യുറേനിയം എന്ന ലോഹത്തിന്റെ
അയിരുകളാണ്. അല്ലെങ്കിൽ ചോദിക്കാം യുറേനിയം എന്ന ലോഹത്തിന്റെ അയിരുകൾ ഏതെല്ലാം, അല്ലെങ്കിൽ തിരിച്ചും നമുക്ക് ഈ അയിരുകൾ തന്നിട്ട് അത് ഏത് ലോഹത്തിന്റെ ആണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈറ്റാനിയം, ഇൽമണൈറ്റ്, റൂട്ടൈൽ. ഇൽമണൈറ്റും റൂട്ടൈലും ആണ് ടൈറ്റാനിയം എന്ന് പറഞ്ഞ ലോഹത്തിന്റെ അയിരുകള്. ഏതൊക്കെയാണ്? ടൈറ്റാനിയം, ഇൽമണൈറ്റും റൂട്ടൈലും. നെക്സ്റ്റ് മെർക്കുറി, ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെർക്കുറി എന്ന ലോഹത്തിന്റെ അയിര് ഏതാണ്? സിന്നബാർ. സിന്നബാർ ആണ് മെർക്കുറി എന്ന് പറയുന്ന ലോഹത്തിന്റെ അയിര്. മെർക്കുറി, സിന്നബാർ. നെക്സ്റ്റ് സിങ്ക്. സിങ്കിന്റെ പ്രധാന അയിരുകളാണ് കലാമൈൻ, സിങ്ക് ബ്ലെൻഡ്. കലാമൈനും സിങ്ക് ബ്ലെൻഡും ഇതും ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കലാമൈൻ എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണെന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. ഏതിന്റെയാണ്? സിങ്ക് ആണ്. സിങ്കിന്റെ അയിരാണ് കലാമൈനും സിങ്ക് ബ്ലെൻഡും. ഓക്കെ, നെക്സ്റ്റ് നിക്കൽ. നിക്കൽ എന്ന് പറഞ്ഞ ലോഹത്തിന്റെ അയിരാണ് പെല്ലാൻഡൈറ്റ്. പെല്ലാൻഡൈറ്റ് എന്ന് പറയുന്നത് ഏതിന്റെയാണ്? നിക്കൽ. നിക്കൽ എന്ന് പറഞ്ഞ ലോഹത്തിന്റെ അയിരാണ് പെല്ലാൻഡൈറ്റ്. നെക്സ്റ്റ് തോറിയം. തോറിയം എന്ന് പറയുന്ന ലോഹത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. എന്താണ്? മോണോസൈറ്റ്. അപ്പൊ മോണോസൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണെന്ന് ചോദിച്ചാലും നമ്മൾ എഴുതാൻ പഠിക്കണം. ഏതാണ്? തോറിയം. തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. നെക്സ്റ്റ് സോഡിയം. സോഡിയത്തിന്റെ അയിരാണ് കറിയുപ്പ് എന്ന് പറയുന്നത്. കറിയുപ്പ്. സോഡിയത്തിന്റെ അയിര് ഏതാണ്? കറിയുപ്പാണ്. കറിയുപ്പ്. നെക്സ്റ്റ് ഇരുമ്പ്. ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റും. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇരുമ്പ്. ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്, സിഡറൈറ്റ്, സിഡറൈറ്റ്. അങ്ങനെ 4 ഇതാണ് എഴുതിയേക്കുന്നത്. ഇരുമ്പ്. ഇരുമ്പ് എന്ന് പറഞ്ഞ ലോഹത്തിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റിസും സിഡറൈറ്റും. സിഡറൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലെഡ്. ലെഡിന് പറയുന്ന മറ്റൊരു പേരാണ് ഇത്? കറുത്തീയം. കറുത്തീയം എന്ന് പറയുന്ന ഏതാണ്? ലെഡാണ്. ലെഡ് അല്ലെങ്കിൽ കറുത്തീയം. അതിന്റെ അയിരാണ് ഗലീന. കറുത്തീയം അല്ലെങ്കിൽ ലെഡിന്റെ അയിര് ഏതാണ്? ഗലീന. അപ്പൊ ഗലീന എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ലെഡിന്റെ ആണ് അല്ലെ? ലെഡ്. ലെഡ്, ഗലീന. നെക്സ്റ്റ് ചെമ്പ്. ചെമ്പിന്റെ അയിരുകളാണ് മാലക്കൈറ്റ്. ഇതിനെല്ലാം പഠിക്കണം നമ്മൾ. ഇതിന്റെ ഓരോ ലോഹങ്ങളിലും അവയുടെ അയിരുകളും നമ്മൾ പഠിക്കാം. നോക്കാം നമുക്ക്. ചെമ്പ്. ചെമ്പിന്റെ അയിരുകളാണ് മാലക്കൈറ്റ്. മാലക്കൈറ്റ്, ചാൽക്കോ പൈറൈറ്റ്. ചാൽക്കോ പൈറൈറ്റ്. മാലക്കൈറ്റ്, ചാൽക്കോ പൈറൈറ്റ്, കുപ്രൈറ്റ്. കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്. ചാൽക്കോസൈറ്റ്. ഇതൊക്കെ ഏതിന്റെയാണ്? ചെമ്പ് എന്ന് പറയുന്ന ലോഹത്തിന്റെ അയിരുകളാണ്. നെക്സ്റ്റ് നോക്കാം മഗ്നീഷ്യം. മഗ്നീഷ്യം എന്ന ലോഹത്തിന്റെ അയിരുകളാണ് മാഗ്നസൈറ്റ്. അത് നമ്മൾ ഇതുമായിട്ട് ഇച്ചിരി സിമിലർ ആണ് അല്ലെ? മഗ്നീഷ്യം, മാഗ്നസൈറ്റ്. അപ്പൊ മാഗ്നസൈറ്റ് എന്ന് പറയുന്ന ആ അയിര് ഏത് ലോഹധാതുവിന്റെയാണ്? മഗ്നീഷ്യത്തിന്റെ ആണ് അല്ലെ? മഗ്നീഷ്യം, മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്. മഗ്നീഷ്യം, മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്. നെക്സ്റ്റ് ടിൻ. ടിന്ന് വെളുത്തീയം. അപ്പൊ നമ്മൾ പറഞ്ഞു ലെഡ് എന്ന് പറയുന്നത് ഏതാണ്? കറുത്തീയാണ്. ലെഡ്, കറുത്തീയം. ടിന്ന് വെളുത്തീയം. ടിന്നിന്റെ അയിരാണ് കാസിറ്ററൈറ്റ്. കാസിറ്ററൈറ്റ്. നെക്സ്റ്റ് കാൽസ്യം. കാൽസ്യത്തിന്റെ അയിരുകളാണ് ഡോളമൈറ്റ്. ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം. ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? കാൽസ്യത്തിന്റെ അയിരുകളാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ചുണ്ണാമ്പ് കല്ല് എന്ന് അത് നമ്മൾ നേരത്തെ അതിന്റെ രാസവാക്യവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ചുണ്ണാമ്പ് കല്ല് എന്നുള്ളത്. ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്ന അയിര് ഏത് ലോഹത്തിന്റെ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. കാൽസ്യം. കാൽസ്യത്തിന്റെ ആണ്. കാൽസ്യത്തിന്റെ അയിരുകളാണ് ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആന്റിമണി. ആന്റിമണിയാണ് സ്റ്റിപ്നൈറ്റ്. സ്റ്റിപ്നൈറ്റ് എന്ന് പറയുന്നത്
ഏതിൻ്റെയാണ്? ആന്റിമണി എന്ന് പറഞ്ഞ ലോഹത്തിന്റെ അയിരാണ്. നെക്സ്റ്റ് ലിഥിയം. ലിഥിയത്തിന്റെ അയിരുകളാണ് പെറ്റാലൈറ്റും ലെപ്പിഡോലൈറ്റും. പെറ്റാലൈറ്റ്, ലെപ്പിഡോലൈറ്റ്, ഇത് രണ്ടും ഏതിൻ്റെയാണ്? ലിഥിയം. ലിഥിയത്തിന്റെ അയിരുകളാണ് ലിഥിയം, പെറ്റാലൈറ്റ്, ലെപ്പിഡോലൈറ്റ്. നെക്സ്റ്റ് നോക്കാം പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ അയിരുകളാണ് കർണലൈറ്റും സോൾട്ട് പീറ്ററും. സോൾട്ട് പീറ്റർ, കർണലൈറ്റ് ഏതാണ്? പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ അയിരുകളാണ്. നെക്സ്റ്റ് ബേരിയം. ബേരിയത്തിന്റെ അയിരാണ് ബെറൈറ്റ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ബേരിയത്തിന്റെ അയിര് ബെറൈറ്റ്, അല്ലെങ്കിൽ ബെറൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോഹധാതുവിന്റെ അയിരാണെന്ന് നമുക്ക് ചോദിക്കാം. ഏതിന്റെയാണ്? ബേരിയത്തിന്റെയാണ്, ബേരിയം. നെക്സ്റ്റ് പ്ലാറ്റിനം. പ്ലാറ്റിനം എന്ന് പറഞ്ഞ ലോഹത്തിന്റെ അയിരാണ് സ്പെറിലൈറ്റ്, സ്പെറിലൈറ്റ്. നെക്സ്റ്റ് സിൽവർ. സിൽവർ എന്ന് പറഞ്ഞ ലോഹത്തിന്റെ അയിര് അർജന്റൈറ്റ്, അർജന്റൈറ്റ്. നെക്സ്റ്റ് വനേഡിയം. വനേഡിയത്തിന്റെ അയിരാണ് പാട്രോനൈറ്റ്, പാട്രോനൈറ്റ്, വനേഡിയം. നെക്സ്റ്റ് ക്രോമിയം. ക്രോമിയം എന്ന് പറഞ്ഞ ലോഹത്തിന്റെ അയിരാണ് ക്രോമൈറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിള്. ഈ ടേബിൾ ഇങ്ങനെ തന്നെ എഴുതിയെടുക്കുക. അതിൽ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ അയിരുകളും ധാതുക്കളും എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലോഹങ്ങളും പഠിക്കണം, അതിൻ്റെ അയിരുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞൊരു ഇതാണ്. ലോഹ നിഷ്കർഷണം, ലോഹ നിഷ്കർഷണം, കർഷണം. ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. എന്താണ് ആ പ്രോസസ്സ് എന്ന് വെച്ചാൽ ലോഹത്തെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയവും സാങ്കേതികവുമായ ഒരു പ്രക്രിയക്കാണ് നമ്മൾ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞാൽ ലോഹത്തെ എന്ത് ചെയ്യുന്നു? അയിരിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട്, ലോഹത്തെ അതിൻ്റെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയവും സാങ്കേതികവുമായ ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഒരു അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അയിരിൽ നിന്ന് നമ്മൾ ശുദ്ധലോഹം വേർതിരിക്കുന്ന പ്രക്രിയ. അയിരിൽ നിന്ന് ശുദ്ധലോഹത്തെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു അയിര് അതെടുക്കുകയാണെങ്കിൽ അതിൽ കുറേ സ്റ്റെപ്സ്, കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ്, കുറേ സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ ലോഹം വേർതിരിച്ചെടുക്കുന്നത്. ഒരു അയിര് നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നതിന് പല സ്റ്റെപ്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞ എന്താണ്? ഒരു അയിരിൽ നിന്ന് ശുദ്ധ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഇതിനകത്ത് ലോഹ നിഷ്കർഷണം പല സ്റ്റെപ്പാണെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് അയിരിന്റെ സാന്ദ്രണം. എന്താണ്? അയിരിന്റെ സാന്ദ്രണം. ആ സ്റ്റെപ്പുകൾ നമുക്കൊന്ന് എഴുതാം. അയിരിന്റെ സാന്ദ്രണം, അയിരിന്റെ സാന്ദ്രണം, അയിരിന്റെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്, ഓർസിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്, അതെന്താ പറയുന്നത്? അയിരിന്റെ സാന്ദ്രണം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് അയിരിന്റെ സാന്ദ്രണം. രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് എന്ത് ചെയ്യണം? ലോഹത്തെ വേർതിരിക്കൽ. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന്, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നു. ലോഹത്തെ വേർതിരിക്കൽ, വേർതിരിക്കൽ. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കല്. എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം എവിടെ നിന്നാണ്? കോൺസെൻട്രേഷൻ ഓസിൽ നിന്ന്, ഓസ്. ഓക്കെ, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കല്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ലോഹ ശുദ്ധീകരണം. അതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ലോഹ ശുദ്ധീകരണം, ശുദ്ധീകരണം, ലോഹ ശുദ്ധീകരണം. എന്താണ്? റിഫൈനിങ് ഓഫ്
മെറ്റൽ, ലോഹത്തെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ 3 സ്റ്റെപ്സുകൾ, ഈ സ്റ്റെപ്സ് ഇതിനകത്ത് തന്നെ വീണ്ടും പല മെത്തേഡുകൾ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കുക, ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു അയിരിൽ നിന്ന് ശുദ്ധ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. അതിനുള്ള 3 സ്റ്റെപ്പുകളാണ്. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? അയിരിന്റെ സാന്ദ്രണം. നെക്സ്റ്റ് രണ്ടാമത്തെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കല്. മൂന്നാമത്തെ ലോഹ ശുദ്ധീകരണം. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ലോഹ നിഷ്കർഷണത്തില് അയിരുകളെ വേർതിരിക്കുന്ന 3 സ്റ്റെപ്പുകളിലൂടെയാണെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് ഏത്? അയിരിന്റെ സാന്ദ്രണം, അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അത് നമുക്ക് നോക്കാം. അയിരുകളുടെ സാന്ദ്രണം അത് നടത്തുന്ന വിവിധ സാന്ദ്രണ രീതികൾ. അതിനകത്ത് ഒന്നാമത്തെയാണ് ജലപ്രവാഹത്തില് ഒഴുക്കിയെടുക്കുന്നു. ജലപ്രവാഹത്തില് ഒഴുക്കിയെടുക്കല്. അപ്പൊ നമ്മുടെ ഈ സാന്ദ്രണം എന്ന് പറഞ്ഞ എന്താണ്? അയിരിൽ നിന്ന് അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന ആ പ്രക്രിയക്കാണ് സാന്ദ്രണം എന്ന് പറയുന്നത്. എന്താണ്? അയിരിൽ നിന്ന് അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന ആ പ്രക്രിയക്കാണ് സാന്ദ്രണം എന്ന് പറയുന്നത്. അതിന് മറ്റു 2 പേരുകൾ കൂടി പറയും. അതുകൊണ്ട് ഒന്ന് നോക്കുക. സാന്ദ്രണം, അല്ലെങ്കിൽ ഡ്രസ്സിങ്, അല്ലെങ്കിൽ ബെനിഫാക്ഷൻ. ഇതൊക്കെ സെയിം ആണ്. സാന്ദ്രണം അല്ലെങ്കിൽ ഡ്രസ്സിങ് അല്ലെങ്കിൽ ബെനിഫാക്ഷൻ എന്ന് പറയുന്നതൊക്കെ സാന്ദ്രണം തന്നെയാണ്. അയിരിൽ നിന്ന് അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണിത്. അതിൽ വിവിധ സാന്ദ്രണ രീതികൾ ഏതൊക്കെയാണ്? ജലപ്രവാഹത്തില് ഒഴുക്കിയെടുക്കുന്നു. ജലപ്രവാഹത്തിൽ ഒഴുക്കിയെടുക്കുന്നു. ഇത് ഏത് കേസിലാന്ന് വെച്ചാൽ ഇവിടെ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമായ ആകുമ്പോഴാണ് നമ്മൾ ഈ പ്രക്രിയ നമ്മൾ യൂസ് ചെയ്യണത്. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഈ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ എന്ത് ചെയ്യുന്നു? ജലപ്രവാഹത്തിൽ ഒഴുക്കിയെടുക്കുന്നു. അപ്പൊ ഭാരം കൂടിയ അയിര് എന്ത് ചെയ്യുന്നു? അവിടെ അവശേഷിക്കുന്നു. അതാണ് ഒരു മെത്തേഡ്. ജലപ്രവാഹത്തിൽ ഒഴുക്കിയെടുക്കൽ. അപ്പോൾ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ ഒഴുക്കിയെടുക്കുന്നു. വെയിറ്റ് കൂടിയ, ഭാരം കൂടിയ അയിര് അവിടെ എന്ത് ചെയ്യുന്നു? അവശേഷിക്കുന്നു. ഇനി അതിനകത്ത് നോക്കുക, എക്സാമ്പിളുകളാണ് ഈ ജലപ്രവാഹത്തിൽ ഒഴുക്കിയെടുക്കലിന് എക്സാമ്പിളുകളാണ് ഓക്സൈഡ് അയിരുകള്, സ്വർണത്തിന്റെ അയിരുകൾ എന്നിവയുടെ സാന്ദ്രണം. അപ്പൊ ഓക്സൈഡ് അയിരുകൾ, സ്വർണത്തിന്റെ അയിരുകൾ എന്നിവയുടെ സാന്ദ്രണം ഏതിന് എക്സാമ്പിൾ ആണ്? ജലപ്രവാഹത്തിൽ ഒഴുക്കിയെടുക്കലിന് എക്സാമ്പിളുകളാണ്. ഇനി രണ്ടാമത്തെയാണ് കാന്തിക വേർതിരിക്കൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയും. കാന്തിക വേർതിരിക്കൽ. അപ്പൊ ഇതിനകത്ത് എന്താണ്? അയിരിനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ ഈ പ്രക്രിയയിലൂടെ നമുക്ക് വേർതിരിച്ചെടുക്കാം. സാന്ദ്രണ രീതിയാണല്ലോ. അപ്പൊ അയിരിനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് എന്താ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പ്രക്രിയ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന്റെ സാന്ദ്രണം. ഇത് ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. അതിന്റെ സാന്ദ്രണം ഏത് മെത്തേഡിന്, ഏതിന് എക്സാമ്പിൾ ആണ്? അതെങ്ങനെയാണ്? അതിന്റെ സെപ്പറേഷൻ ഇതിനകത്താ വന്നത്? ജലപ്രവാഹത്തിൽ ഒഴുക്കിയെടുക്കൽ, കാന്തിക വേർപ്ലവന പ്രക്രിയ. ഒരെണ്ണം കൂടി നമുക്കുണ്ട്, ലീച്ചിങ്ങും ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പൊ കാന്തിക വേർതിരിക്കല് അപ്പൊ ഏതിന് എക്സാമ്പിൾ ആണ്? മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന്റെ സാന്ദ്രണം ഏതിനാണ്? കാന്തിക വേർതിരിക്കലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. നെക്സ്റ്റ് പൊടിച്ച, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പൊടിച്ച അയിരിനെ കാന്തിക റോളറിൽ ഘടിപ്പിച്ച കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിട്ടിട്ട് കാന്തിക പദാർത്ഥങ്ങളെ വേർതിരിക്കുന്നു. അതാണ് പ്രോസസ് എന്ന് പറയുന്നത്. പൊടിച്ച അയിരിനെ കാന്തിക റോളറിൽ ഘടിപ്പിച്ച കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിട്ടിട്ട് കാന്തിക പദാർത്ഥങ്ങളെ വേർതിരിക്കുന്നു. ഇവിടെ നോക്കുക, മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന്റെ സാന്ദ്രണം ഏതിന് എക്സാമ്പിൾ ആണ്? കാന്തിക വേർതിരിക്കലിന് എക്സാമ്പിൾ ആണ്. ഇനി മൂന്നാമത്തെ പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ എക്സാമ്പിൾ ആണ് സൾഫൈഡ് അയിരിൽ നിന്ന് ഗ്യാങ്ങിനെ നീക്കം ചെയ്യല്. അത് ഏത് സാന്ദ്രണ രീതിയാണെന്ന് ചോദിക്കും. ഇതും ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൾഫൈഡ് അയിരുകളിൽ നിന്ന് ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്നത് ഏത് സാന്ദ്രണ രീതിയാണ്? ഏതാണ്? പ്ലവന പ്രക്രിയക്ക് ഉദാഹരണമാണ് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞാൽ
ഇതിനകത്ത് പൊടിച്ച അയിരും വെള്ളവും ചേർത്തിട്ട് അവിടെ സസ്പെൻഷൻ ഉണ്ടാക്കുന്നു. പൊടിച്ച അയിരും വെള്ളവും ചേർത്ത് സസ്പെൻഷൻ ഉണ്ടാക്കുന്നു. ഇനി അതിനകത്ത് നമ്മൾ കളക്ടറുകളും ആ സസ്പെൻഷനിലേക്ക് എന്താണ് കളക്ടറുകളും പ്ലവന സ്ഥിതികാരികളും ഇടുന്നു. കളക്ടറുകളും പ്ലവന സ്ഥിതികാരികളും ആ സസ്പെൻഷനിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് നോക്കുക, കളക്ടറുകൾ എന്താ ചെയ്യുന്നേ? ധാതുക്കളിലെ കണങ്ങളുടെ നനയപ്പെടാത്ത അവസ്ഥ നിലനിർത്തുന്നു. കളക്ടറുകൾ ധാതുക്കളിലെ കണങ്ങളുടെ നനയപ്പെടാത്ത അവസ്ഥ നിലനിർത്തുന്നു. ഈ പ്ലവന സ്ഥിതികാരികള് പതയെ സ്ഥിരതയുള്ളതാക്കുകയാണ് ചെയ്യുന്നത്. പതയെ സ്ഥിരതയുള്ളതാക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിനകത്ത് എന്താ ചെയ്യുന്നത്? പൊടിച്ച അയിര് വെള്ളവുമായി ചേർത്തിട്ട് നമ്മളൊരു സസ്പെൻഷൻ ഉണ്ടാക്കുന്നു. അതിലേക്ക് സെക്കൻഡ് സ്റ്റെപ്പ്, അതിലേക്ക് കളക്ടറുകളും പ്ലവന സ്ഥിതികാരികളും നമ്മൾ ചേർക്കുന്നു. ഇനി അതിന് നമ്മൾ ഒരു കറങ്ങുന്ന കടകാൽ ഉപയോഗിച്ചിട്ട് ആ മിശ്രിതത്തെ നന്നായി നമ്മൾ ഇളക്കുന്നു. ഒരു കറങ്ങുന്ന കടകോൽ ഉപയോഗിച്ച് ആ മിശ്രിതത്തെ നന്നായിട്ട് ഇളക്കുന്നു. അതിന് എന്താണ്? അതിൻ്റെ ഉള്ളിലെ വായുവിനെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? അതിനകത്ത് ധാരാളം പതകൾ ഉണ്ടാവുന്നു അല്ലെ? അപ്പൊ ആ പതയില് ധാതു കണങ്ങൾ പറ്റിപ്പിടിക്കുന്നു. ധാതുക്കള് ആ പതയില് പറ്റിപ്പിടിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഭാരം കുറഞ്ഞ പതയെ നീക്കം ചെയ്തിട്ട് അതിനെ ഉണക്കി അതിൽ നിന്നും അയിരുകള് വേർതിരിക്കുന്നു. അതിനെ ഉണക്കി അതിൽ നിന്നും അയിരുകൾ വേർതിരിക്കുന്നു. അതാണ് ഇതെന്ന് പറയുന്നത് പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സൾഫൈഡ് അയിരുകളിൽ നിന്ന് ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്നത് ഏതിന് ഉദാഹരണമാണ്? പ്ലവന പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്. ഇനി ഈ കളക്ടറുകൾക്ക് ഉദാഹരണമാണ് പൈൻ എണ്ണ, ഫാറ്റി ആസിഡുകൾ, സാന്തേറ്റുകൾ. ഇതൊക്കെ കളക്ടറുകൾക്ക് എക്സാമ്പിളുകളാണ്. ഏതൊക്കെയാണ്? പൈനെണ്ണ, ഫാറ്റി ആസിഡുകൾ, സാന്തേറ്റുകൾ. ഇതൊക്കെ കളക്ടറുകൾക്ക് എക്സാമ്പിളുകളാണ്. ഇനി നമ്മൾ പറഞ്ഞ പ്ലവന സ്ഥിതികാരികൾ ക്രിസോളുകളും അനിലീനും ഏതിന്? പ്ലവന സ്ഥിതികാരികൾക്ക് ഉദാഹരണങ്ങളാണ് ക്രിസോളുകളും അനിലീനും. അപ്പോൾ നമ്മൾ എന്താണ് ഇത് നമ്മൾ ഈ വിവിധ സാന്ദ്രണ രീതികളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ജലപ്രവാഹത്തില് ഒഴുക്കിയെടുക്കുന്നു, രണ്ടാമത്തെ കാന്തിക വേർതിരിക്കല്, മൂന്നാമത്തെ പ്ലവന പ്രക്രിയ, നാലാമത്തെ ലീച്ചിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ്? അയിരുകളും ധാതുക്കളും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അയിരെന്താണ്, ധാതു എന്താണെന്ന് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ലോഹങ്ങളും നമ്മൾ അതിൻ്റെ അയിരുകളും നമ്മൾ എഴുതി അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോഹങ്ങളും അതിൻ്റെ അയിരുകളും നമ്മൾ എഴുതി. അത് നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മൾ ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പറഞ്ഞത്. ഈ ലോഹ നിഷ്കർഷണത്തിന് 3 സ്റ്റെപ്സ് ആണ് നമ്മൾ അത് ലോഹ നിഷ്കർഷണത്തിൽ പറഞ്ഞത്. അതിൽ ഏതാണ്? അയിരുകളുടെ സാന്ദ്രണം എന്ന് പറഞ്ഞ ഫസ്റ്റ് ആണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, അയിരുകളുടെ സാന്ദ്രണം. ഈ അയിരുകളുടെ സാന്ദ്രണം തന്നെ പലതരത്തിലുള്ള സാന്ദ്രണ രീതികളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ജലപ്രവാഹത്തിൽ ഒഴുക്കിയെടുക്കുക, കാന്തിക വേർതിരിക്കൽ, പ്ലവന പ്രക്രിയ, ഒരെണ്ണം കൂടി വരും ലീച്ചിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിന്റെ ബാക്കിയും നമുക്ക് 2 സ്റ്റെപ്പുകളും കൂടി ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, അത് ഫോളോ ചെയ്ത് പോവുക. ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് നിന്ന് ആ ടേബിളിൽ നിന്ന് എല്ലാ ലോഹങ്ങളും അതിൻ്റെ അയിരുകളും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്